അങ്ങനെ ആ ഒരു മുട്ടൻ അടി, അതായത് പട്ട ഗേൾസിന്റെ ഇടയിലുള്ള മുട്ടൻ ഇടി അതവിടെ നടന്നു കഴിഞ്ഞു. ആദിലയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ആണിക്കല്ലെന്ന് പറയുന്നത്. സംഭവം ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കൊണ്ട് ക്ലിയർ ആകണം എന്നില്ല. കാരണം എനിക്കും ആദ്യം കണ്ടപ്പോൾ ക്ലിയർ ആയില്ല. അനുമോൾ എന്തിനാണ് ഈ ഒരു പന്തിപക്ഷം കാണിക്കുന്നത് എന്നൊരു തോന്നലിലാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. പക്ഷെ അതിന്റെ ഫൈൻഡിങ്സ് എത്തിയത് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് വന്നപ്പോഴത്തേക്കും എനിക്ക് കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞുതരാം. അതിന് മുന്നേ സീരിയൽ ഗ്രാമർ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സംഭവം എന്ന് വെച്ചാൽ ഈ 2 ദിവസമായിട്ട് ആദില പ്രത്യേകിച്ച് അടുക്കളപ്പണിയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആദിലയും സാബുമാനും കൂടെ കറക്റ്റായിട്ട് ചെയ്യുന്നത് കഷ്ടപ്പെട്ടിരുന്ന് തേങ്ങ തിരുകുന്നുണ്ട്. പക്ഷെ ഈ തേങ്ങ തിരുകൽ അല്ലാതെ ബിയോണ്ട് തേങ്ങ തിരുകൽ വേറെ ഒരു പരിപാടികളും അവിടെ നടക്കുന്നില്ല. പിന്നെ ഷാനവാസും അനീഷും കറക്റ്റായിട്ട് അടുക്കളയിൽ കയറി കട്ടിങ്ങിനും അതുപോലെ അത് ഇളക്കാനും ഒക്കെ ഇവർ രണ്ടുപേരും അനുമോളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഷാനവാസിന്റെ അനീഷിന്റെയും സത്യത്തിലുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫ്ലോർ ക്ലീനിങ്ങും ബാത്റൂമുമാണ്. അതിന്റെ കൂടെയാണ് അവരിത് ചെയ്യുന്നത്. എന്നാൽ ഇത് അനുമോൾ അവിടെ ഇവിടെയൊന്നും തന്നെ പറയുന്നില്ല, അതായത് പ്രതികരിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആദില ഇവിടെ വാ, സാബുമാൻ ഇവിടെ വാ എന്ന് വിളിക്കുന്നതല്ലാതെ ഈ അനുമോൾ കൂടുതൽ പ്രതികരിക്കാനായിട്ട് പോകുന്നില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ സൗഹൃദം എന്ന് പറയുന്നൊരു സംഭവം അവിടെ ഉണ്ട്. ഇനി ഇത് ദേഷ്യമായിട്ട് അനുമോളുടെ ഉള്ളിലുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് അനുമോള് ആദിലെടുത്ത് പറയുന്നുണ്ട്, നീ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല, നീ അവിടെ ഓരോരുത്ത് പോയി മാറിയിരുന്ന് ഇങ്ങനെ സോഫയിൽ ഇരുന്ന് സംസാരിക്കുകയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നുണ്ട്. പക്ഷെ ചോദിക്കുന്നില്ല, ഡയറക്ട്ലി ചോദിക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ ചോറൊക്കെ വെന്തു എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പൊ പയറുതോരൻ ഉണ്ടായിരുന്നു. അപ്പൊ സംഭവം എന്ന് വെച്ചാല് അനുമോള് കാണിച്ച ഒരു തെറ്റെന്ന് പറയുന്നത് ഈ ബാക്കി കുറച്ച് പയറുതോരൻ എടുത്ത് വെക്കുക എന്നുള്ളൊരു രീതി അനുമോള് കാണിച്ചു. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ആരെങ്കിലും ഇനി ചോറ് ചോദിച്ചു വന്നാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പയറുതോരൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ അനുമോൾ ഈ പയറുതോരൻ സേവ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും വിളമ്പിയപ്പോൾ ഫസ്റ്റ് ടൈം എല്ലാവർക്കും വിളമ്പുമ്പം എല്ലാവർക്കും ഒരുപോലെ ചോറും ഒരുപോലെ തന്നെ പയറുതോരനും കൊടുത്തു. ഇനി ആരെങ്കിലും അധികമായിട്ട് അപ്പോൾ തന്നെ ചോറ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് തോനെയും ചോറ് വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് തോനെയും പയറുതോരൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാബുമാന്റെ ഒരു പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ സാബുമാൻ ഈ പറയുന്ന ചോറ് കുറച്ചിട്ട് പയറുതോരൻ കൂടുതൽ എടുക്കാം എന്നാണ് കരുതുന്നത്. അത് ഇപ്പോഴും ഈ പറയുന്ന ആ സാബുമാന്റെ ആ രീതിക്കൊത്ത് അനുമോള് നിന്നിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി പയറുതോരൻ സാബുമാന് കൊടുത്തു.